ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണടച്ച് വിശ്വസിക്കൂ. കർത്താവേ, ഇതാ ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എന്നെ പ്രാണനാഥൻ യേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. വിശ്വസിച്ച് ഈ വരികളൊന്ന് പഠിക്കേ. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും, എന്റെ പ്രാണനായകൻ യേശു. അമ്മ ഓമനിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ, യെസ്, എന്നെ നാഥൻ വഴി നടത്തും. അമ്മ ഓമനിക്കുമ്പോൾ, അമ്മയോ മരിക്കുമ്പോൾ, അപ്പൻ താലോലിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. ആ ചേർത്ത് പിടിച്ച കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്. കാൽ കല്ലിൽ തട്ടാതെ, കാൽ കല്ലിൽ തട്ടാതെ, ഞാൻ വീണു പോകാതെ, തൻ ദൂതരുണ്ട് കാവലായി. യെസ് കർത്താവേ, കാൽ കല്ലിൽ തട്ടാതെ, ഞാൻ വീണു പോകാതെ, തൻ ദൂതരുണ്ട് കാവലായി. ഉള്ളംകരത്തിൽ എന്നെ വരച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഏതും ഭയമേയില്ല. ഉള്ളംകരത്തിൽ എന്നെ വരച്ചിരിക്കുന്നതിനാൽ എനിക്ക് ഏത് ഭയമില്ല. ഏതും ഭയമേയില്ല. ആ കരങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചേ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് വ്യക്തികളുടെ ഉള്ളിലുള്ള ഭയത്തിന്റെ മേഖലകൾ നിർവീര്യമാകട്ടെ. അസ്വസ്ഥതകൾ കർത്താവെ നിർവീര്യമാകട്ടെ. കെട്ടുകൾ കർത്താവെ അഴിക്കണമേ. ബന്ധനങ്ങൾ കർത്താവ് അഴിക്കണമേ. ഓർത്തോർത്തുള്ള ദുഃഖത്തെ കർത്താവ് അഴിക്കണമേ. അമിതമായ ഏകാന്തത സുഖത്തെ കർത്താവ് അഴിക്കണമേ. ആത്മഹത്യ പ്രവണതയെ കർത്താവ് അഴിക്കണമേ. കർത്താവെ, എല്ലാ പൈശാചിക ശക്തികളും നിർവീര്യമാക്കണമേ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 139 വചനം 1, 2, 3, 4 ഒന്ന് തുറന്ന് വായിച്ചോളൂ. നല്ല ഒന്നാന്തരം വചനം. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 139 വേഴ്സ് 1 to 4. 139 അധ്യായം മുഴുവൻ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒരു ഹോംവർക്ക് പോലെ വായിക്കേണ്ട, പഠിക്കേണ്ട വചനമാണ്. സങ്കീർത്തനം 139 വചനത്തിന്റെ ഹെഡിങ് എന്താണെന്നറിയാവോ? എല്ലാം കാണുന്ന ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ വലതുകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഞാൻ ഈ വചനങ്ങളൊന്ന് പറയുമ്പോൾ ഒന്ന് ഏറ്റു പറഞ്ഞോളൂ. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എന്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചിരിക്കുന്നു. എന്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എന്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് സങ്കീർത്തകൻ 5-ാം വചനം പറയുന്നതെന്നറിയാവോ? ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എന്ത്? എന്നെ ദൈവത്തിന് അറിയാം എന്നുള്ള ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ, ഇങ്ങനെ ഇരുന്ന് വിഷമിച്ച് ഭാരപ്പെട്ട് എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്ന് നീ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് നീ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട സമയം മുതൽ, അല്ലേ? ജെറമിയ 1:5 ഏതാ വചനം അറിയാം? പറഞ്ഞേ. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 1 വേഴ്സ് 5 ഏതാ വചനം? മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. കണ്ടോ, കണ്ടോ? ഞാൻ നിന്നെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാതാവിന്റെ ഉദരത്തിൽ
മാതാവിന്റെ ഉദരത്തിൽ എങ്ങനെ മാതാവിന്റെ ഉദരത്തിൽ നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ രൂപപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു, അല്ലേ? നിന്നെ ഇതാ വിശുദ്ധീകരിച്ചു. ദൈവത്തിന് നിന്നെ അറിയാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഹീബ്രൂസ്, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 13. 13-ാം തിരുവചനം ഒന്ന് വായിച്ചേ. 13-ാം തിരുവചനം. അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. കണ്ടോ കണ്ടോ, ദേ അവിടുത്തെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. ഹല്ലേലൂയാ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 14-ാം തിരുവചനം. ജോൺ ചാപ്റ്റർ 10 വേഴ്സ് 14. 10-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ ഇതാ വചനം കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാ ഈ ശുശ്രൂഷ സമയത്ത് മോശയ്ക്ക് കൊടുത്ത വലിയൊരു വാഗ്ദാനം നമ്മളും സ്വീകരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിട്ട് മുട്ടുകുത്തി ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് തന്ന വലിയ സന്ദേശമാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, എന്നെ നന്നായി അറിയുന്നൊരു ദൈവമുണ്ട്. ആ ദൈവ സാന്നിധ്യം നമ്മളിതാ ഏറ്റെടുക്കുകയാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങൻ്റെ കൂടെ വരണം, അങ്ങയുടെ മഹത്വം എനിക്ക് എന്നും അനുഭവിക്കണം. ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ പരിശുദ്ധാരാധനയിൽ വെളിപ്പെടുന്നത്. കരങ്ങൾ കൂപ്പിക്ക് കണ്ണടച്ച് ഓരോ വ്യക്തിയും ആഗ്രഹിക്കണം, ദൈവമേ, അങ്ങയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും എൻ്റെ കൂടെ ഉണ്ടാവണം. ഓരോരുത്തരും ആഗ്രഹിക്കുക, അത് നിന്നിൽ സംഭവിക്കപ്പെടട്ടെ. ആ വലിയ ആഗ്രഹത്തോടുകൂടെ ഈ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ നന്നായി അറിയാമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദൈവത്തോടും ദൈവകാര്യങ്ങളോടും മറുതലിക്കുന്ന, അസ്വസ്ഥപ്പെടുന്ന, ഭാരപ്പെടുന്ന, പാപ വഴികളിലൂടെ സഞ്ചരിക്കുന്ന എന്തെങ്കിലും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച്, കർത്താവേ, അങ്ങേക്കെതിരെ മറുതലിക്കുന്ന, എൻ്റെ ഇഷ്ടം മാത്രം തേടുന്ന, എൻ്റെ ജീവിതത്തിൽ അങ്ങ് എന്നെ അറിയുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ച് എൻ്റെ ഇഷ്ടം മാത്രം തേടുന്ന ഒരു പാപാവസ്ഥ എന്നെ ഉള്ളിലുണ്ട്. കർത്താവെ, ഞാനത് സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് എന്നിൽ ഇടപെടണമേ. ഓരോ വ്യക്തിയും സമർപ്പിക്കുക. കർത്താവെ, ഇത് അൾത്താരയിലേക്ക് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. കർത്താവെ, അങ്ങ് അത്ഭുതകരമായി എന്നിൽ ഇടപെടണം. സാധിക്കുന്ന ഓരോരുത്തരും 2 കരങ്ങൾ യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഈ നീട്ടിപ്പിടിച്ച കൈകളിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളുമുണ്ട്. പലപ്പോഴും ഞങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ കുടുംബ പാരമ്പര്യവും ഞങ്ങളുടെ സമ്പത്തും എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് പലപ്പോഴും കർത്താവെ ഞങ്ങളുടെ തലയ്ക്കകത്ത് ഒരു പൊട്ട ചിന്തയുണ്ട്. ആ ചിന്തകളും ആ ആലോചനകളും ദൈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. അങ്ങ് നൽകാതെ ഞങ്ങൾക്കൊന്നുമില്ല. കർത്താവെ, എന്നെ നന്നായി അറിയുന്നവനെ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. നാഹൂം പ്രവചനം 1-ാം അധ്യായം 7-ാം തിരുവചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും അങ്ങേ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പൊറുക്കണം.
ഞങ്ങൾക്കുണ്ടായ തെറ്റായ അനുഭവങ്ങൾ, ഞങ്ങൾക്കുണ്ടായ തെറ്റായ തീരുമാനങ്ങൾ, പാപവഴികൾ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങേ ഉപേക്ഷിച്ച ഞങ്ങളുടെ സ്വാർത്ഥതയുടെ ഓരോ വഴികളും അത് ഞങ്ങളുടെ തലയ്ക്കകത്ത് വന്ന പൊട്ട ചിന്തകൾ കൊണ്ടാണ്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയിൽ ആശ്രയിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവെ, അങ്ങാണ് ഞങ്ങളുടെ അഭയദുർഗം. കർത്താവെ, ഞങ്ങളുടെ കഷ്ടതയുടെ നാളുകളിൽ അങ്ങാണ് ഞങ്ങൾക്ക് ബലം നൽകുന്നത്. കർത്താവ്, ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു. ഇന്നോളം ഉണ്ട എല്ലാ അനുഭവങ്ങളിലും കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ അൽത്താരിലേക്ക് നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നലകളിൽ നമുക്കുണ്ടായ എല്ലാ മുറിവുകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ തെറ്റായ തീരുമാനങ്ങളും, എല്ലാ പാപവഴികളും കർത്താവ് വിശുദ്ധീകരിക്കുന്നുണ്ട്. നിന്റെ മേൽ കർത്താവിൻ്റെ കൃപ ഒഴുകുന്നുണ്ട്. 2 കരങ്ങൾ നീട്ടിപ്പിടിച്ച് അറിയാവുന്നതുപോലെ ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ച് കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ ഇത് സംഭവിക്കപ്പെടട്ടെ. കുറവുകളെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഇപ്പോൾ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് തന്നെ ഓരോ വ്യക്തിയുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് ചൊരിയട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടട്ടെ. ആരാധന, 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 ആരാധന. ഓരോ വ്യക്തിയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി വെളിപ്പെടട്ടെ. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ച് ശക്തിയോടെ. ആമേൻ. യെസ്, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അങ്ങയുടെ മഹത്വം ഞങ്ങൾ വെളിപ്പെടുത്തി ഞങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ അഭയദുർഗം. യെസ്, ശക്തിയോടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഓ കർത്താവെ, ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം, പൂർണ്ണമായി വെളിപ്പെടും, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ഈ നിമിഷം ദൈവശക്തി ഇന്നിവിടെ, ഈ നിമിഷം ദൈവശക്തി ഈ നിമിഷം ദൈവശക്തി. ആമേൻ. ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന ജനതകൾ കണ്ടിടട്ടെ. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ അങ്ങനെ ആശ്രയിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾ വെളിപ്പെടണം. തടസ്സങ്ങൾ മാറണമേ, കെട്ടുകൾ അഴിയണമേ. ഒരു പുതിയ അഭിഷേകം വെളിപ്പെടണമേ. ആരാധന, 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 ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും പറഞ്ഞേ ആമേൻ, 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 ആമേൻ. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് നീ വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. എൻ്റെ ഇന്നോളമുള്ള അവസ്ഥകൾ അറിയാം. നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് നിന്നെ മുന്നോട്ട് നയിക്കുന്നു. നിനക്കുണ്ടായ കുറവുകളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. കർത്താവ് നിന്നെ നയിക്കുന്നു. നിനക്ക് കഴിവില്ലല്ലോ, ഗുണമില്ലല്ലോ എന്നോർത്തോട് നീ ചിന്തിക്കേണ്ട. കർത്താവ് നിന്നെ നയിക്കുന്നു. മുമ്പോട്ടുള്ള വഴികളെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ലിസ എന്ന പേരുള്ളൊരു പെൺകുട്ടിയോട് കർത്താവ് ഈശോ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. നീ ഭാരപ്പെടേണ്ട, കർത്താവിൻ്റെ കാരുണ്യം നിന്റെ മേലുണ്ട്. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പറയുന്നു, നീ വിഷമിക്കേണ്ട, കർത്താവിന് നിന്നെ അറിയാം. ഓൺലൈനിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിഷമിക്കേണ്ട, നിന്നെ ഒരു ദേശത്തെത്തിച്ച ദൈവം ആ ദേശത്ത് ജീവിക്കുന്നതിനാവശ്യമായതെല്ലാം ക്രമീകരിക്കും. പ്രത്യേകിച്ച് കർത്താവ് അനേകരോട് പറയുകയാണ്, നിന്നെ ഒരു ദേശത്തെത്തിച്ചല്ലോ, എങ്കിൽ കർത്താവ് ആ ദേശത്ത് ജീവിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളും കർത്താവ് ക്രമീകരിക്കും. ഒരു വാടക വീട്ടിൽ നാളുകളായിട്ട് കഴിയുന്നൊരു കുടുംബം വലിയ ഭാരത്തിൽ ദൈവം പ്രാർത്ഥിക്കുന്നു. വിചാരിച്ചതുപോലെ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ള ചിന്തയുണ്ട്. കർത്താവ് പറയുന്നത് വിഷമിക്കേണ്ട, കർത്താവിൻ്റെ ശക്തി നിന്റെ മേലുണ്ട്. ജോയ്സ് എന്ന് പറയുന്നൊരു വ്യക്തിയെ കർത്താവ് പേരെടുത്ത് വിളിച്ച് അനുഗ്രഹിക്കുന്നു.
കർത്താവിൻ്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കാരുണ്യം ഞങ്ങളിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാറ്ററിംഗ് സർവീസ് നടത്തുന്ന, ഭക്ഷണമുണ്ടാക്കി കല്യാണം മറ്റാഘോഷങ്ങൾക്കൊക്കെ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയും കുടുംബവും വളരെ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഇതാ, വിഷമിക്കേണ്ട, കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടും. നിന്റെ അധ്വാനത്തിന് തക്ക ഫലം നൽകി അനുഗ്രഹിക്കും. വിശ്വസിച്ച് ഏറ്റെടുക്കുക. കർത്താവ് നിന്നിൽ ഇടപെടും. കർത്താവിൻ്റെ കാരുണ്യം നിന്റെ മേലുണ്ട്. ഇതായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും വിശ്വസിക്കുക, കർത്താവിൻ്റെ കരബലം എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം, കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഗ്രഹിച്ചാൽ ഒരു വഴി ദൈവം തുറക്കും. കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരു വഴി തുറക്കണമേ. അങ്ങയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, സമർപ്പിക്കുന്നു, വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്നെ പ്രാണനായകനീശു. എന്നെ നന്നായി അറിയും, എന്നെ നന്നായി പുലർത്തും എന്റെ പ്രാണനായകനീശു. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താനോനിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. അമ്മയോ മരിക്കുമ്പോൾ അപ്പൻ താനോനിക്കുമ്പോൾ എന്നെ നാഥൻ വഴി നടത്തും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.